അരയിൽ ചേർത്ത് നാവിൽ നിറച്ച് കുട്ടിക്കലവില. എരിവോടെയും പുളിവോടെയും ഉപ്പെന്നുള്ളി തമ്മിൽ തല്ലി കുട്ടിക്കടുമണി. നാടൻ കറിയും നാടൻ രുചിയും നാവിൽ നിറയും ചൂടോടെ. കുട്ടിക്കളിയും കുട്ടിക്കൊതിയും കുട്ടിക്കൈയുടെ കൈപുണ്യവും. തക്കാളി അരിഞ്ഞിട്ട് വെള്ളരി മുറിച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് സലാഡ് മൊത്തണ്ടാക്കിയാണ്. പൂവൻ പഴവും പഞ്ചസാരയും ചേർത്ത് അച്ചിയ പാലൊഴിച്ച് ഷാജാഷി കൊന്നുണ്ടാക്കി. ഉള്ളി ചതച്ചരച്ച് വേപ്പില മല്ലി ചേർത്ത് ഉപ്പും മുളകും ഇട്ട് കോഴിക്കറിയുണ്ടാക്കി. കുട്ടിക്കലവറ. കുസുമവദന മോഹസുന്ദര. രണ്ട് സുന്ദരികളെ അപ്പുറത്തും കിട്ടിയിട്ട് ഒരു കർഷകൻ ഇതൊന്നും ചെയ്യാൻ പാടില്ല. എക്സൈറ്റിംഗ് ആൻഡ് ത്രില്ലിംഗ് മൊമെന്റ് ആണ്. ഞങ്ങളിന്ന് ഉണ്ടാക്കുന്ന ഷാർജ ഷേക്ക് ഐസ്ക്രീമാണ്. നിങ്ങളുടെ ഷാർജ ഷേക്ക് ഏകദേശം ഒക്കെ പറഞ്ഞല്ലേ 3 മണി ഇടണ്ടാന്ന്. ഇനിയിപ്പോ നുണ കേൾക്കണേ നമുക്ക് പാർവതിയോട് ചോദിക്കാം. സൗന്ദര്യമുണ്ട്, പിന്നെ നന്നായി ഡാൻസ് കളിച്ചു. ഞാനിതാ ഉദ്ദേശിച്ചത് കറക്റ്റ് സത്യസന്ധമായ കാര്യം പറഞ്ഞുണ്ടോ. ഞാൻ ഒരു കാര്യത്തിൽ നിരാശനാണ്. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും കുട്ടിക്കലവറയുടെ ഈ കുട്ടി എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായി ഞാൻ നമ്മുടെ എല്ലാമായ അജയൻ ചേട്ടനെ സ്വാഗതം ചെയ്യുകയാണ്. അജയൻ ചേട്ടാ, സ്വാഗതം. ഇവിടെ ഒരാൾ നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് ആളെ ഇങ്ങോട്ടൊന്ന് സ്വാഗതം ചെയ്താലോ? പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മളിപ്പോ ഈ സുന്ദരിയായിട്ട് നന്നായിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം അതിലൊക്കെ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞു ആ വ്യക്തിത്വം. കാരണം അതുക്കും മേലെ ഓഡിയൻസിന് അറിയാം ആ ആള് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം. കൊച്ചിയുടെ സ്വകാര്യ അഹങ്കാരം. അതെ, വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം റീന ചേച്ചി. റീന ചേച്ചി, നമസ്കാരം. നമസ്കാരം. നമ്മള് ന്യൂ ഇയറിനെ പറ്റി ആദ്യം സംസാരിച്ചു. എന്തായിരുന്നു ന്യൂ ഇയർ റെസൊല്യൂഷൻ? എന്തെങ്കിലുമൊക്കെ എടുത്തിരുന്നോ? പ്രത്യേകിച്ച് അങ്ങനെ റെസൊല്യൂഷൻ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ പോസിബിൾ ആവുമോ? കാരണം നമ്മൾ എന്താണോ അതൊക്കെ തന്നെയാണ്. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ലൈഫിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അല്ലേ. പാർവതിയോട് ചോദിക്കട്ടെ, പാർവതി ഇങ്ങനെ ന്യൂ ഇയറിൽ എടുക്കുന്ന റെസൊല്യൂഷൻ ഒക്കെ അങ്ങേറ്റം വരെ കീപ്പ് ചെയ്യാറുണ്ടോ? ദിവസമെങ്കിലും കീപ്പ് ചെയ്യാറുണ്ട്. ഏത് ന്യൂ ഇയറിന്റെ അന്നത്തെ ദിവസം? ആ ദിവസം ന്യൂ ഇയർ ഞാൻ ഉറങ്ങി എഴുന്നേക്കുന്നിടം വരെയെങ്കിലും ഞാൻ അത് ചെയ്യാറുണ്ട്. മറന്നു പോകൂല്ലേ? അതെ, അപ്പൊ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അന്ന് രാത്രി എടുത്തതല്ലേ. അതെ, ഈ എപ്പിസോഡിൽ കോന്നിയെ പറ്റിയാ പറഞ്ഞത്. കോന്നിയുടെ തുടക്കമായിരുന്നു. പക്ഷെ ഫോർട്ട് കൊച്ചിയുടെ ഒരു സുന്ദരിയാണ് കൊച്ചിയുടെ സ്വകാര്യ അഹങ്കാരമായ ഫോർട്ട് കൊച്ചിയുടെ അഹങ്കാരമായ റീന നിൽക്കുന്നത്. അപ്പൊ റീനയോട് ഫോർട്ട് കൊച്ചിയെ പറ്റി ചോദിക്കാം. പ്രത്യേകിച്ച് ന്യൂ ഇയറിൽ ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ നടക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. ഒന്ന് പറഞ്ഞു കേക്കട്ടെ. കൊച്ചിയുടെ ലൈഫ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ഫോർട്ട് കൊച്ചി. കാരണം എല്ലായിടത്തും ഭയങ്കര ഡെക്കറേറ്റഡ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു 50 ഫീറ്റ് റോഡ് ഉണ്ട്. നമുക്ക് അതിന്റെ ആ റോഡിന്റെ 2 ഭാഗത്തുള്ള വീടുകളും ഒരു മത്സരമാണ്. കാരണം അത്രയും അവർ ഡെക്കറേറ്റ് ചെയ്യും. എന്നിട്ട് ഏറ്റവും നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്ന വീടിന് സമ്മാനമൊക്കെ ഉണ്ട്. റീനയുടെ വീടിന്റെ അതുവഴി പോയ എല്ലാവർക്കും കേക്കും വൈനും ഞങ്ങള് ക്രിസ്മസ് 31 ഞങ്ങള് ഷോപ്പിൽ കേക്ക് കട്ട് ചെയ്തു. അവിടെ അടുത്തുള്ളവർക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു കേട്ടോ. ഞങ്ങളെ കസ്റ്റമേഴ്സ് ഒക്കെ വന്നപ്പോ അതൊരു സെലിബ്രേഷൻ ആയിരുന്നു. ഈ കുട്ടിക്കലവറയിൽ കേക്ക് വന്നില്ലല്ലോ. കുട്ടിക്കലവറയിൽ കേക്ക് വന്നു. അന്നൊരു ഗംഭീര ഓഫർ ഉണ്ടായില്ല. അല്ല, ഗംഭീര ഓഫർ. ഞാനില്ലാത്ത എപ്പിസോഡ് ഇവിടെ ഇല്ലല്ലോ. ആ ഗംഭീര ഓഫറും കൊണ്ട് പോയിട്ട് തിരിച്ച് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. റീന ചേച്ചി അത് കേട്ടിട്ടേ ഇല്ല. അല്ല, കേക്ക് എന്ന് പറയുന്ന മാത്രം കേൾക്കൂല, ബാക്കിയെല്ലാം കേൾക്കും. കൊച്ചിയാ, ബാക്കിയൊക്കെ ശബ്ദം കേട്ടാലും രൂപം കണ്ടില്ലെങ്കിലും ആളുകൾ തിരിച്ചറിയും. അതെ അതെ അതെ. ഇങ്ങനെ പുറകിൽ തിരിഞ്ഞ് നടന്നു പോകുമ്പോൾ ഹലോ മാഡം വെരി സ്പോട്ട് കൊച്ചി എന്നൊക്കെ ചോദിച്ചളയും. പക്ഷെ തിരിച്ച് മറുപടി പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഇങ്ങടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് പറയുന്ന ആ ഒരു ലൈനാണ്. പക്ഷേ അതുപോലെ തന്നെ റീന, എനിക്കൊരു സംശയമുള്ളത്, ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, ജാതകമൊക്കെ നോക്കാതെയൊക്കെയാണ്. പക്ഷേ കല്യാണത്തിന് മുമ്പ് റീനയുടെ വരൻ എങ്ങനെയായിരിക്കും? എന്തായാലും ബഷീർക്കെ പോലെ ആണെന്ന് പറയാൻ പറ്റുമോ? സങ്കല്പം എങ്ങനെയായിരുന്നു? ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ലൈഫ് പാർട്ട്ണറും എനിക്ക് തോന്നുന്നു
ഞാൻ മനസ്സിൽ കണ്ട ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളല്ല സത്യത്തില് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബഷീർക്ക് ഭയങ്കര മെച്ചൂർ ആയിട്ടുള്ള ഒരാളാണ്. ഞങ്ങള് ഇത് പറഞ്ഞു വീട്ടിൽ കയറ്റുമോ? ഇല്ല, അത് ബഷീർക്കാക്കും അറിയാം. കാരണം ഞങ്ങള് തമ്മിൽ തന്നെ ഒരു 10 years ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ബഷീർക്ക് അത്യാവശ്യത്തിൽ ഏറെ മെച്ചൂർ ആയിട്ടുള്ള ആളും ഇതുവരെ ചൈൽഡിഷ് ആയിട്ട് പോകുന്ന ഒരു ആളുമാണ് ഞാൻ. അപ്പൊ എനിക്ക് കുറെ കുട്ടിത്തരങ്ങളും കുസൃതികളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ എന്റെ ഹാബിറ്റ്സ് ആണ്. എനിക്ക് മൂത്ത മോളായിട്ടാണ് മാറ്റാൻ പറ്റില്ല. പക്ഷെ ബഷീർക്ക് കുറെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. കഥകൾ കുറച്ച് കേട്ടു. ഇനിയിപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. റീനയുടെ കുഞ്ഞുങ്ങളെ വിളിച്ചോളൂ. വരൂ വരൂ വരൂ, ചാടി വരൂ. അൽസാബത്ത് ഇല്ല, കാരണം അൽസു നമ്മുടെ ഷൂട്ടിലാണ്, അതായത് സീരിയലിന്റെ ഷൂട്ടിലാണ്. വലിയ സന്തോഷമാണ്. കാരണം എന്നാന്നറിയോ, നമ്മുടെ കുട്ടിക്കലവറയിലെ പല താരങ്ങളും പല കുട്ടികൾക്കും ഇപ്പോൾ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നു, വിളിച്ചുകൊണ്ടിരിക്കുന്നു. പലരും ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നു. ഇതിലിപ്പോൾ അൽസാബിത്ത് ഇപ്പം ഇല്ലാത്തതുകൊണ്ടെന്നല്ല, അൽസാബിത്ത് ഉള്ളപ്പോൾ തന്നെ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. അൽസാബിത്തിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ കുട്ടിക്കലവറയിലൂടെ തന്നെ നമ്മൾ അത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ദുബായിൽ നിന്നുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേര് രാജേഷ് എന്നാണ്. പാർവതിക്ക് അഭിമാനിക്കാം. അദ്ദേഹം പത്തനംതിട്ടക്കാരനാണ്. ദുബായിലെ ഓർഗൻ ടെക് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഒരു CEO മെയിൻ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലാണ് ആ കമ്പനി പോകുന്നത്. അദ്ദേഹം അൽസാബിത്തിന് വേണ്ടി 1 ലക്ഷം രൂപ അൽസാബിത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ ആളുകൾ അൽസാബിത്തിനെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പ്രോഗ്രാം ഒരു ആളുകളെ രസിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് സഹായമാകുകയും അതുപോലെ സ്നേഹിക്കാനും അതുപോലെ മനുഷ്യരിൽ കരുണയുള്ള ആളുകളെ കണ്ടെത്താനും, ഇതുപോലെ രാജേഷ് ഭായിയെ പോലെയൊക്കെയുള്ള ആളുകളെ ഈ പ്രോഗ്രാം അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിയുന്നത് തന്നെ നമുക്കൊക്കെ ഒരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ പേരിൽ, അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസർ സിന്ധുജി, എൻ്റെ കുട്ടിക്കലവറയുടെ ഫുൾ ക്രൂവിന് വേണ്ടി ഞാൻ അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും നന്ദി പറയുന്നു. കുട്ടിക്കലവറയിലെ ഈ ചിരിയും കളിയുടെ ഒപ്പം തന്നെ അവൻ്റെ ചെറിയ ദുഃഖത്തിലും പങ്കുചേരാൻ ഒത്തിരി പേരുണ്ട് എന്നറിയുമ്പോൾ അവനുണ്ടാവുന്ന ആ ഒരു സപ്പോർട്ടും കെയറും അത് ഒത്തിരി വലുതാണ്. അതിനൊരുപാട് നന്ദി പറയുകയാണ്. ശരിക്കും നല്ല ലോകം അറിയപ്പെടുന്ന ഒരു നല്ല ചക്കര മോൻ തന്നെയാണ് അവൻ. നല്ല ഉഷാറുള്ള കുട്ടിയാണ്. ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ അല്ലേ. അപ്പോൾ നമ്മുടെ 2016 കുട്ടിക്കലവറയിൽ ഒരു നല്ല കാര്യം സംഭവിച്ചിരിക്കുക. അപ്പോൾ ഈ സന്തോഷത്തിന് വേണ്ടി റീനയ്ക്ക് ഒരു ചെറിയൊരു ടാസ്ക്. ഒന്നുമില്ല, ഇന്നിപ്പോ 2 പേരെ വെച്ച് പാടണമെന്നാണ് വിചാരിച്ചത്, നടന്നില്ല. അപ്പോൾ ഇവിടെ ഒരു പാട്ടിടും. റീനയും ഈ മോൻ നമ്മുടെ എടാ എന്നുണ്ട് വിശേഷം? ആൻഡോച്ചാ എന്നുണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷം. സുഖമായിരിക്കുന്നോ? കർഷകൻ എന്താ ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ കുട്ടി കർഷകനെ? എന്റെ വീട്ടിലെ പച്ചക്കറി തോട്ടം ഇടി കുറെ കൃഷികളുണ്ട്. അവത്തി ഇപ്പൊ മഞ്ഞുകാലല്ലേ, അതുകൊണ്ട് മഞ്ഞുകാലത്ത് എളുപ്പം ഉണ്ടാകുന്ന ഈ കോളിഫ്ലവറും ക്യാബേജുമാണ് വീട്ടിൽ ഇപ്പൊ വെച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം കർഷകന്റെ കൃഷിത്തോട്ടം കാണാൻ വരുന്നുണ്ട് കേട്ടോ. വീട്ടിൽ 100 ഗ്രോ ബാഗിലാണ് വെച്ചിരിക്കുന്നത്. 100 എണ്ണം ഉണ്ട്. ഗ്രോ ബാഗിലാണ് പരിപാടികൾ അല്ലേ? ഈ ഗ്രോ ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ ഒരു വെള്ള കളർ, അകത്ത് കറുപ്പ് കളർ ഇരിക്കുന്നത്, പിന്നെ പുറത്ത് വെള്ള കളർ. അപ്പൊ അത് കവറാണ്. അത് ഇനി വിടർത്തി വെക്കും, ഇങ്ങനെ തുറന്നു വെക്കും. അതിൻ്റെ അതിന്റെ ചുരുട്ടിയില്ലെങ്കിൽ അത് അതിന്റെ വെള്ളം അതിങ്ങനെ താന്നു പോകണോണ്ട് അത് ഇങ്ങനെ ചുരുട്ടി വെക്കും അതിന്റെ മേള്. ആന്റിയുടെ വീട്ടിലേ ഈ പച്ചക്കറിയൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാണോ എടുക്കുന്നത്, അതോ പുറത്തുനിന്ന് മേടിക്കോ? തമിഴ്നാട്ടിൽ നിന്ന് മേടിക്കാറുണ്ടോ? ഇല്ല, ഒന്നും വാങ്ങില്ല. ഇല്ല. അതുകൊണ്ടല്ലേ നോക്കൂ നല്ല പച്ചിച്ചിരിക്കുന്നത്. നല്ല മിടുക്കനായിട്ടല്ലേ. ചീര എന്റെ വീട്ടിൽ ചീരയില്ല, പക്ഷെ എന്റെ വീട്ടില് മുന്തിരിയുടെ ചെടി ഉണ്ടല്ലോ. എന്റെ വീട്ടിലുണ്ട്. എന്റെ വീട്ടില് പാഷൻ ഫ്രൂട്ട് ഉണ്ട്. അവിടെ എന്റെ വീട്ടിൽ മാങ്കുസ്തി ഉണ്ട്. അതെ, ഇവിടെ ഇരുന്നിട്ടേ ഇവിടുന്ന് വലിയ കാർന്നവന്മാരൊക്കെ പറയുന്നു വടംവലിയല്ല, അതുകൊണ്ട് വടംവലി നിർത്തിക്കോ. ഒറ്റ കാര്യമുള്ളൂ, ടാസ്ക് ഉണ്ട്. റീനയ്ക്കാണ് നല്ലൊരു പാട്ടിട്ട് തരും. ഉള്ള കുട്ടിയെ വെച്ചിട്ട് ഒരു ഡാൻസ് ഇപ്പൊ തന്നെ സ്പോട്ടിൽ കൊറിയോഗ്രാഫി ചെയ്ത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇപ്പോ ചെയ്യാൻ പോണ ഡാൻസ് പിടിയില്ലാത്തവർ ചെയ്യുന്ന ഒരു ഡാൻസിനെ കുറിച്ച് ഒരു അറിവില്ലാത്ത 2 പേര് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കരുതണം പ്ലീസ്. നമ്മുടെ റീനയുടെ ചുവടുകൾ നമുക്ക് കാണാം.
ಕುಸುಮವದನ ಮೋಹ ಸುಂದರ ಮದನ ಲಲಿತ ಗಾನವಲ್ಲವ ಓ ಕುಸುಮವದನ ಮೋಹ ಸುಂದರ ಮದನ ಲಲಿತ ಗಾನವಲ್ಲವ സ്വീറ്റി ഫേസ് ഉള്ളൊരു ഹാൻസം കയ്യടാ സ്വീറ്റി ഫേസ് ഉള്ളൊരു ഹാൻസം കയ്യടാ ഔ ചപ്പി ചിക്കി നോട്ടി കയ്യടാ കൊലുസിനൊലൊസ നടനമേ മയിലിനൊത്തൊരഴകിയേ നളനു പ്രണയ ദൂതു പോയ രാജഹംസമേ ಕುಸುಮವದನ ಮೋಹ ಸುಂದರ ಸುಂದರ സുന്ദര. അപ്പോൾ ഇവിടുത്തെ മെയിൻ ജഡ്ജും കാരണവരും കാര്യപ്രാപ്തിയുള്ള ആളും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ബാഹുബലി കുഞ്ഞുവിന് എന്താണ് ഈ ഡാൻസിനെ പറ്റി പറയാനുള്ളത്? ആ, ഇതിലാരാ നന്നായിട്ട് ഡാൻസ് ചെയ്തേ? പാർവതി ചേച്ചി. ചോക്ലേറ്റിന്റെ വില ആ, പുതിയ പേര് കിട്ടി, പാതി ചേച്ചി. സന്തോഷം, അതെങ്കിലും കിട്ടിയല്ലോ. സൗന്ദര്യം ഉണ്ട്, പിന്നെ നന്നായി ഡാൻസ് കളിച്ചു. സൗന്ദര്യം ഉണ്ട്, ഡാൻസും കളിക്കും. രഞ്ജിത്ത് ഇടിച്ച തത്തു പോകുന്നു. കണ്ടോ ആ വേദന നോക്കൂ, ഞാൻ ആ നെഞ്ചത്തിരിക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. നിന്റെ സങ്കല്പത്തിലെ സൗന്ദര്യമുള്ള പെണ്ണ് ഇതാണോ? ഇതാണോ? നീലമുടി, നീലസാരി അല്ലേ? ഞാൻ ഉറപ്പിച്ചു കേട്ടോ, ആ, ഇവനാകുമ്പോ കറക്റ്റ് ആയിരിക്കും. എല്ലാം കറക്റ്റ് ആയിരിക്കും. രണ്ടുപേരും വളരെ നന്നായിട്ട് ചെയ്തു. പാട്ടിലാണെങ്കിലും ഇവരെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ രക്ഷപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നന്നായിരുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വരിക. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പൊ ചേട്ടാ, നമുക്ക് കുട്ടികളുടെ ആ പാചകത്തിലേക്ക് ഒന്ന് പോയാലോ? കുട്ടിക്കലവറയിലെ പാചകം നാൾക്ക് നാൾ ഗംഭീരമായി വന്നുകൊണ്ടിരിക്കും. ഓരോരുത്തരും ഇപ്പോൾ ചിലര് കറിവേപ്പിലേക്ക് ചെടി എന്നൊക്കെയാണ് പറയുന്നത്. ചെടിയൊക്കെ മാറി ഇപ്പോൾ കറിവേപ്പില എന്ന് പറയാൻ പഠിച്ചു. ഞാൻ പണ്ട് കമ്പെന്നായിരുന്നു പറയുന്നത്. ഓ, അതിലും ഭേദം ചെടി തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പുതിയ പുതിയ സംഭവങ്ങൾ ഇവരുണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇന്നത്തെ വിഭവം എന്താണെന്ന് നോക്കാം. ഞങ്ങളിന്ന് ഉണ്ടാക്കുന്നത് ഷാർജ ഷേക്ക് ഐസ്ക്രീമാണ്. നിങ്ങളുടെ ഷാർജ ഷേക്ക് ഏകദേശം ഒക്കെ പറഞ്ഞല്ലേ 3 മണി ഇടണ്ടാന്ന്. ഇന്നത്തെ കാന്താരിക്കലവറയിലെ സ്വാദേറിയ വിഭവം ഷാർജ ഷെയ്ക്ക് വിത്ത് ഐസ്ക്രീമാണ്. ചേരുവകൾ: പഴം, പഞ്ചസാര, പാൽ, കപ്പലണ്ടി, ഐസ്ക്രീം. ഞങ്ങളിന്ന് ഉണ്ടാക്കുന്നത് ഷാർജ ഷേക്ക് ഐസ്ക്രീമാണ്. അതിന് വേണ്ട സാധനങ്ങൾ: പഴം വേണം, പഞ്ചസാര വേണം, പാല് വേണം, പിന്നെ കപ്പലണ്ടി ഇല്ലേ അതും വേണം, പിന്നെ ഐസ്ക്രീമും വേണം.
മിക്സിയുടെ അടിച്ചു കഴിഞ്ഞു. ഇനി ഐസ്ക്രീം കൂടി ഇട്ടിട്ട് കപ്പിൻ്റെ ഒക്കെ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഷാർജ ഷേക്ക് റെഡി. ഞാൻ പറയുമ്പോൾ ഞങ്ങളിപ്പോ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ പോവാണ്. പറഞ്ഞല്ലേ 3 മണി ഇടണ്ടാന്ന്. ഞങ്ങൾ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയാണ്. പിന്നെ ഐസ്ക്രീം ഡെക്കറേഷൻ ഒക്കെ ചെയ്താൽ മതി. ഷാർജ ഷേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മിക്സിയുടെ പരിപാടിയൊക്കെ ഒരു ഇതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഒഴിക്കണ്ട. ഗ്ലാസ്സിക്ക് ഒഴിക്കാറായി. അപ്പൊ ഞങ്ങൾ ഒഴിക്കട്ടെ കേട്ടോ. ഒഴിച്ചിട്ട് ബാക്കി കാര്യം പറയാം. അതന്നെ. അധികം ജ്യൂസ് ഇതിനകത്തേക്ക് ഒഴിച്ചു. അത് കാരണം ഇത് ഞാനാണെങ്കിൽ 2 പഴത്തിന് ഒരു 3 പഴമൊക്കെ ഇട്ടുപോയി. അത് കാരണം പഴത്തിന്റെ ടേസ്റ്റ് ഇത്തിരി കൂടിപ്പോയി. പക്ഷെ കണ്ടിട്ട് നന്നായിട്ടിരിക്കുന്നുണ്ട്. ഷേക്ക് വിത്ത് ഐസ്ക്രീം റെഡി. ഞങ്ങളുടെ ഷാർജ ഷേക്ക് വിത്ത് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ കാന്താരി പാചകത്തിലെ വിജയികൾ ദേവനന്ദയും കൃഷ്ണമൂർത്തിയുമാണ്. എന്തായാലും ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നീ എന്റെ പരിപാടി കാണുക. ഞാൻ പറയുമ്പോ പ്ലേ ചെയ്യണം.
ചിരുന്നുറങ്ങുന്ന വെങ്കിടേശ വെങ്കിടേശ